ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു ഗെറ്റ് റെഡി വിത്ത് മൈ ബേബി മൊഞ്ചത്തീസാണ് കാണാൻ പോകുന്നത്. എൻ്റെ മക്കളെ ഒരുക്കുക എന്ന് പറഞ്ഞത് വളരെ ടാസ്ക് പിടിച്ചൊരു പരിപാടിയാണ്. കാരണം ഞാൻ എങ്ങനെ തലമുടി കെട്ടിക്കൊടുത്താലും ഇതെല്ലാം വെച്ച് വേറെ മോഡൽ എന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ മക്കാറാക്കി കൊണ്ടിരിക്കും. എന്തായാലും ലാസ്റ്റ് ഞാനൊരു ഡയലോഗ് അങ്ങോട്ട് വെച്ചാൽ കീച്ചും, നിങ്ങളെ പ്രസവിച്ചതേ ഞാനാ, അതുകൊണ്ട് എനിക്കറിയാം എങ്ങനെ കെട്ടണമെന്ന്. അപ്പോൾ രണ്ടാളും വായെ മുടിച്ചിരിക്കും. പിന്നെ കൈജൂനും മുടി ആവാത്തതുകൊണ്ടും ഇതിനെക്കുറിച്ച് യാതൊരുവിധ ഐഡിയ ഇല്ലാത്തതുകൊണ്ടും തൽക്കാലത്തേക്ക് ഞാൻ രക്ഷപ്പെട്ടു. എന്തായാലും മുടി ഇതേ രണ്ട് ഭാഗത്ത് പിന്നെയല്ലല്ലോ വെറുതെ ഇങ്ങനെ കെട്ടാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനിപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കണം ആ കുഞ്ഞു കുഞ്ഞു ക്ലിപ്പില്ലേ, അത് ഇറുക്കണത് അത് വാങ്ങിച്ചിട്ടുണ്ട്. അത് കാണാൻ എന്താവും, എനിക്ക് ഭയങ്കര ഇഷ്ടം അതിങ്ങനെ തലയിലിരിക്കണം. അപ്പോൾ അതും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പിള്ളേരുടെ വള മാല ഐറ്റംസിന് കുറച്ച് കാശ് അങ്ങോട്ട് വെച്ച് കീച്ചൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. പക്ഷെ താൽക്കാലികമായി അത് ഞാൻ നിർത്തി വെച്ചിരിക്കുന്നു. ഒരു മാസത്തെ ആയുസ്, ഒരു ദിവസത്തെ ആയുസ് പോലും ഒരു ആഭരണങ്ങൾക്ക് ഞാൻ കണ്ടിട്ടില്ല. കാരണം പിന്നെ ഒന്നില്ലെങ്കിൽ പാവയുടെ മേത്ത്, അല്ലെങ്കിൽ അടുക്കളയിൽ, സോഫയിൽ, ഷോക്കേസിൽ, ഈ വക സ്ഥലങ്ങളിലെല്ലാം പറക്കാൻ നടക്കലാണ് എൻ്റെ പണി. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്രാവശ്യം വളയും മാലയും എനിക്ക് വല്ലാണ്ട് നോട്ടം കൊടുത്തില്ല. ഇനി എങ്ങാനും ഞാൻ നോക്കിയാൽ ലാശം ആ വഴിക്ക് തിരിച്ചു വെക്കും. കാരണം അത്ര അധികം വളയും മാലയും വാങ്ങിച്ച് ഞാൻ തോറ്റു. അങ്ങനെ എന്തായാലും ലൈബ് കുട്ടിക്ക് ഇത് കേൾ ഹെയർ ആയതുകൊണ്ട് ഞാൻ രണ്ടാൾക്കും രണ്ട് ഭാഗത്താണ്. പക്ഷെ ലൈബ് കുട്ടിയുടെ കേൾ ഹെയർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രണ്ട് ഭാഗത്ത് എങ്ങനെ വെറുതെ ഇങ്ങനെ കെട്ടിക്കൊടുക്കണത് കേട്ടോ. പിന്നെ എനിക്ക് എൻ്റെ പണ്ടത്തെ ഒരു ലുക്ക് വെച്ചിട്ട് എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. കാരണം എൻ്റെ ഉമ്മ എനിക്ക് എപ്പോഴും കെട്ടി തന്നിരുന്നത് ഈ രണ്ട് ഭാഗം ഇങ്ങനെ വാച്ചിലെടുത്തിട്ട് എനിക്കും ഇതേപോലത്തെ ഭയങ്കര പഫി ആയിട്ട് നിൽക്കുന്ന ഒരു ഹെയർ ആയതുകൊണ്ട് അങ്ങനെയാണ് കെട്ടിത്തരാറ്. അപ്പോൾ എനിക്ക് ആ ഒരു ഹെയർ സ്റ്റൈല് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ എനിക്ക് ഇതിനും മുടിയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇതിലും ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ലൈബ് കുട്ടിയുടെ ഹെയറിൻ്റെ പരിപാടി മൊത്തം കഴിഞ്ഞു. പിന്നെ ഇനി നമ്മളെ കണ്ണയിരിക്കലാണ് കേട്ടോ. കണ്ണയിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാനിവിടെ കൺമഷിയല്ല യൂസ് ചെയ്യണം. കാരണം കൺമഷി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എത്ര പൗഡർ ഇട്ട് കൊടുത്താലും കുറച്ച് കഴിയുമ്പോൾ ഉമ്മമാരാകെ തിരുമ്പി കൊളാക്കി കൊക്കാച്ചി ലുക്കാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വലിയ കൊമ്പത്തെ ഐലൈനറൊന്നും അല്ലാത്തതുകൊണ്ട് വലിയ സീനില്ല. ഞാൻ ഡാസിലറിൻ്റെ സാധാ ഒരു ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വേറെ പൗഡറൊക്കെ ഇട്ട് സെറ്റ് ചെയ്തു ഫേസ്. എനിക്ക് തോന്നുന്നു ലൈബ് കുട്ടിയുടെ ചെറുപ്പമാണ്, കുഞ്ഞാണെങ്കിലും അവളുടെ സ്കിന്ന് ഭയങ്കര ഓയിലി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോഴേക്കിനും ആകെ വിയർത്ത് ആകെ ഈ ഭയങ്കര ഒരു വാട്ടർ കൺസിസ്റ്റൻസിയിൽ ഇരിക്കണ പോലെ എനിക്ക് തോന്നാറുണ്ട്. വായെ കൊള്ളാത്തൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. എന്തായാലും ആ ഒരു ഐറ്റത്തിൽ പെട്ടതാണ് അവളെ ഫേസ്. പോട്ടെ അങ്ങനെ. അപ്പോൾ നമ്മൾ എന്തായാലും പൗഡറൊക്കെ ഇട്ട ആൾക്ക് ഐലൈനർ ഇട്ട് കൊടുത്ത് സെറ്റ് ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ലിപ്സ്റ്റിക്ക് അതിപ്പോൾ അവർക്ക് നിർബന്ധമായി. അപ്പോൾ എന്തായാലും ഞാൻ സ്റ്റുഡിയോ പോയപ്പോൾ നല്ലൊരു ഷെയ്ഡ് നോക്കി എടുത്തിട്ടുണ്ടായിരുന്നു. B2 അങ്ങാണ്ടാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലാത്തതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടമായി, എനിക്ക് മാച്ചാവുമെന്ന് തോന്നിയപ്പോൾ ഇട്ട് നോക്കിയപ്പോൾ ഇഷ്ടമായപ്പോൾ അങ്ങ് എടുത്തു. നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. പിങ്കോ പർപ്പിൾ അങ്ങനത്തെ ഒക്കെ ഒരു മിക്സിങ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് വരുന്നത്. പക്ഷെ നല്ല ഇതാണ് കേട്ടോ. ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല, പക്ഷേ അതിനെക്കുറിച്ചൊന്നും പറയാൻ എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല. പക്ഷെ എന്തെങ്ങാണ്ടൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എന്തായാലും എനിക്ക് എൻ്റെ ഫേസിനും എൻ്റെ ലുക്കിനും എൻ്റെ സ്കിൻ ടോണിനും ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡായിട്ടാണ് ലിപ്സ്റ്റിക്ക്. പിന്നെ നെക്സ്റ്റ് നമ്മുടെ കൈജാബീൻ ഒരുക്കൽ. എൻ്റെ പൊന്നോ, ഇളയ കൊച്ചുങ്ങളെ തല്ലാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ കുരുത്തക്കേടായിരിക്കും. ഇൻട്രോ ഇതല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാൻ കഴിയില്ല. അങ്ങനെ അപ്പോൾ എന്തായാലും കൈജാബിക്ക് നമ്മൾ പൗഡർ ഇട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്തത്തമാരെ പോലെ തന്നെ ഐലൈനർ തന്നെ വേണമെന്ന് അവർക്കൊരു നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഐലൈനർ ഇട്ടിട്ടാണ് കേട്ടോ കൈജാബിന് സെറ്റ് ചെയ്യണം. പിന്നെ മൂപ്പരാളെ സെറ്റ് ചെയ്യുമ്പോൾ കുറേ താരാട്ട് പാട്ട് പാടണം, കഥ പറയണം. പിന്നെ നോക്കിയേ അങ്ങോട്ട് നോക്കിയേ ഇങ്ങോട്ട് നോക്കിയെന്ന് പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളൊക്കെ കാണിച്ചിട്ട് വേണം ആ കണ്ണൊന്ന് ഫില്ല് ചെയ്ത് കിട്ടണമെങ്കിൽ. കിട്ടിക്കഴിഞ്ഞാലോ ലാസ്റ്റ് ആകുമ്പോൾ കോക്കാച്ചി ലുക്ക് എന്തായാലും ഉറപ്പ്. അത് നമ്മൾ എത്ര എഫേർട്ട് എടുത്തിട്ടും കാര്യമില്ല. പിന്നെ ഐലൈനർ അല്ലേ കുട്ടികൾ പിടിച്ചിരിക്കുന്നതിനൊരു പരിധി ഉണ്ടല്ലോ, ഒരുവിധമൊക്കെ പിടിച്ചിരിക്കും കേട്ടോ. പിന്നെ ആൾക്ക് കമ്മശിയാണെങ്കിൽ കമ്മശി ഇഷ്ടവും ഇല്ല, താനും കൺമശി ഇടാൻ ഇഷ്ടമല്ല. അയ്യോ, ഇത്തത്തമാർ ഐലൈനർ ഇടുന്ന കാരണം തന്നെ മൂപ്പരാൾ ഐലൈനർ തന്നെ യൂസ് ചെയ്യുള്ളൂ. അങ്ങനെ കുട്ടീനെ ഇരുത്തിയും കെടുത്തിയും മുറക്കിയും ഒക്കെ ഞാൻ ഇതങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തു. പിരികെഴുതിക്കാൻ സുഖമാണ് കേട്ടോ. ബാക്കിയുള്ള കുട്ടികളുടെ പോലെ വേഗം കൊണ്ട് അങ്ങനെ അല്ലെങ്കിൽ തീരുമ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ആൾക്ക് സുന്ദരിയാവാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കണ്ണ് ഇതിൻ്റെ സ്കിൻ വരുമ്പോഴാണ് കുറച്ച് നേരമല്ലേ അവർക്ക് ക്ഷമ ഉണ്ടാവുള്ളൂ. അതന്നെ.
അങ്ങനെ കൈജാബിയുടെ ലുക്ക് ഇതാ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ആൾ ഉറങ്ങിയോന്നൊന്നും തോന്നി, പക്ഷെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ചെറിയൊരു കുഞ്ഞിക്കുത്തും കുറച്ച് ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തപ്പോൾ ആളുടെ ലുക്ക് കംപ്ലീറ്റ് ആയി. പിന്നെ നമ്മുടെ സുന്ദരി, ഈ സുന്ദരിക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾക്ക് മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ലൂക്കുട്ടിക്ക്. ഇപ്പോഴേ ഭയങ്കര ഇതിലാണ് അവളത് കൊണ്ട് നടക്കട്ടെ. അവൾക്ക് കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം മേക്കപ്പ് ചെയ്യണം, മുടി ഇരി കെട്ടണം, അങ്ങനെ ഭയങ്കര ഒരു സെറ്റപ്പ് കുട്ടിയാണ്. അപ്പോൾ ഞാൻ സെറ്റാക്കി കൊടുത്തു. മൂപ്പരാഴ്ച എന്തോരം നേരം വേണമെങ്കിൽ ഇരുന്നോളൂ മേക്കപ്പ് ചെയ്യാനായിട്ട്. ലൈബയും എനിക്ക് തോന്നുന്നു ലൈബ ലുഹ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, ലൈബ ലുഹ വെച്ച് അതായത് കൈജ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലുഹാക്ക് നേരം വെളുത്ത് കുളിക്കണ കാര്യമായാലും അല്ലെങ്കിൽ ഒരുങ്ങണ കാര്യമായാലും ഒക്കെ ഭയങ്കര ടിപ്പ് ടോപ്പായിരിക്കണം. ആളുടെ ഡ്രസ്സ് ഒക്കെ ഭയങ്കര ടിപ്പ് ടോപ്പായിരിക്കണം കേട്ടോ. ആൾക്ക് ഭയങ്കര ഇതാണ്. അതേപോലെ ഈ വാലൊന്നും ഇങ്ങോട്ട് പോകാൻ പാടില്ല, ആ വാലൊന്നും ഇങ്ങോട്ട് പോകാൻ പാടില്ല, അങ്ങനത്തെ കുറേ നിർബന്ധങ്ങളും ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ് ലുഹമോള കാര്യങ്ങൾ. പിന്നെ ഞാനിവിടെ ഐലൈനർ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ പിരികന എഴുതുന്നത്. കാരണം ഞാൻ വരുന്ന വഴിക്ക് വീട്ടിൽ നിന്ന് പോണ വഴിക്ക് ഞാൻ ആ പോയ സ്ഥലത്തേക്ക് ഇതെടുക്കാൻ മറന്നുപോയി. പിരികന എഴുതുന്ന ഐബ്രോ പെൻസിൽ എടുക്കാൻ മറന്നുപോയി. പിന്നെ ആളുടെ മുടി എൻ്റെ പൊന്നി ഇനിയൊന്നും പറയാനില്ല. ആ മോഡൽ വേണം, ഈ മോഡൽ വേണം, ഭയങ്കര സജഷൻസാണ്, ഭയങ്കരമാണത്. എനിക്ക് അവിടെ അങ്ങനെ പിരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ തിരിച്ചിട്ട് പ്രാന്താവും. ഇത് ലൈബ അതൊക്കെ വെച്ചിട്ട് എനിക്ക് ഒരുക്കാൻ എളുപ്പമാണ്. കാരണം അവൾക്ക് അങ്ങനെ സജഷനില്ല, ഉമ്മച്ചേരിക്കാൻ ഭംഗി ഉണ്ടാവും, അങ്ങനെയാണ്. ഇങ്ങോരങ്ങനെയല്ല, എനിക്ക് അവിടെ ഇങ്ങനെ തിരിച്ചു തരണം, അവിടെ ഇങ്ങനെ പിരിച്ചു തരണം, അങ്ങനത്തെ ഒരു ഐറ്റമാണ് കേട്ടോ. അങ്ങനെ പിന്നെ അങ്ങനെ കഷ്ടപ്പെട്ടു. പിന്നെ ഒന്നാമത് ഇങ്ങനത്തെ ഹെയർ ആയ കാരണം പിടിച്ചാൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഭയങ്കര നമ്മൾ പിടിച്ചു കൊടുത്തൊന്നും നിൽക്കില്ല. ഇവിടെ പിടിച്ചു വരുമ്പോൾ അവിടെ പോയിട്ടുണ്ടാവും, അവിടെ പിടിച്ചു വരുമ്പോൾ ഇങ്ങോട്ട് പോയിട്ടുണ്ടാവും. അങ്ങനെ ഒരു അവസ്ഥയാണ് കേട്ടോ. ആളെ പക്ഷേ ഒരുങ്ങണ രണ്ടും കൂടി ഒരുമിച്ചാണ് ചെയ്യുന്നത്. മറ്റവർക്കൊക്കെ ഓരോന്നോരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. അങ്ങനെ കുട്ടിയുടെ ലുക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.